ഇവിടെ ബഹുമാന്യനായ രാമകൃഷ്ണൻ അവതരിപ്പിച്ചത് സാഹിത്യത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ സാഹിത്യം അംഗീകരിക്കപ്പെടാതെ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ജാതീയമായിട്ടാണ് ആ സാഹിത്യം നിലനിന്ന് വന്നത്. ആ നിലനിന്ന് വന്ന സാഹിത്യം സമൂഹത്തോട് സംവേദിച്ചില്ല എന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. ആ അവസ്ഥാവിശേഷം സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് മാറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് സാധാരണക്കാരുടെ സാഹിത്യം, ദളിത് സാഹിത്യമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തോട് ചേർന്ന് പോകുന്ന ഒരു സാഹിത്യവും സമൂഹത്തോട് ചേർന്ന് പോകുന്ന ഒരു നിരൂപണവും ഉണ്ടാകും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ചിലപ്പോൾ എൻ്റെ അറിവും എൻ്റെ അനുഭവവും ഒക്കെ വളരെ പരിമിതമാണെങ്കിലും അപക്വമായി തോന്നിയേക്കാവുന്ന ഒരു കാര്യം, ഈ എല്ലാ കാലത്തിലും ചൂഷകമായി നിൽക്കുന്ന ഒരു മതമാണ്. ഈ മതത്തിൻ്റെ ചൂഷണ സ്വഭാവം സാഹിത്യത്തെയും സാഹിത്യ നിരൂപണത്തെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് 2 മിനിറ്റിൽ പ്രസംഗിക്കാൻ അറിയുകയില്ല. 2 മിനിറ്റിലധികം പ്രസംഗിക്കാൻ ഈ സന്ദർഭം ഒട്ടും നല്ലതുമല്ല. ഞാനതുകൊണ്ട് രാജശേഖരനിവിടെ പറഞ്ഞ മിക്കവാറും കാര്യങ്ങളോട് ചുരുക്കം ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മിക്കവാറും കാര്യങ്ങളോട് പൂർണ്ണമായി യോജിപ്പായതുകൊണ്ട് ആ വശത്തെ പറ്റിയില്ല. ഈ പുസ്തകങ്ങളുടെ പതിപ്പുകളുടെ കാര്യമൊക്കെ അതിൻ്റെ ഉള്ളുകളികൾ മുഴുവൻ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ രാജശേഖരൻ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കി. കാരണം എനിക്ക് ഈ ഉള്ളുകളികളൊന്നും അറിയില്ലെങ്കിലും ഇത് വ്യാപകമാണെന്ന് എനിക്കറിയാം. എൻ.വി. ബാലറാം ഒരു ജനപ്രിയ വിമർശകനല്ല. ഒന്നാമത്തെ കഴിവാണ് അദ്ദേഹം വാക്കിൻ്റെ സ്ഥൂലമായ അർത്ഥത്തിൽ ജനകീയനായ വിമർശകനുമല്ല. പക്ഷേ ജനകീയത എന്ന പദത്തിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൽ അദ്ദേഹം പൂർണ്ണമായും ജനകീയനായ ഒരു എഴുത്തുകാരൻ. ഒരു എഴുത്തുകാരൻ ജനകീയനായാൽ ജനങ്ങളിൽ ഭൂരിപക്ഷവും അദ്ദേഹത്തെ ആ നിലയിൽ അംഗീകരിച്ചു കൊള്ളും എന്ന് ഒരു വ്യാമോഹവും ആ എഴുത്തുകാരനും വേണ്ട, നമുക്കും വേണ്ട. ഒരു സാഹിത്യ നിരൂപണം അഥവാ സർഗാത്മകമായ വിമർശനമോ രചനയോ എന്തുമായിക്കൊള്ളട്ടെ, അത് സമൂഹത്തിൻ്റെ ചില സൂക്ഷ്മ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്താനുള്ളത്. കുട്ടീഷമാരത് യാഥാസ്ഥികനായ ഒരു വിമർശകനാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അദ്ദേഹം വളരെ പുരോഗമനപരമായ പല ആശയങ്ങളും സാഹിത്യ നിരൂപണ സംബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ്. മനസ്സംസ്കരണമാണ് സാഹിത്യത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞിടത്തോളം പുരോഗമനപരമായ ഒരു സാഹിത്യ ദർശനം ഉണ്ട്. ഏതാണ്ട് അതുപോലെ മാരാര് പിന്നെ പല പുരോഗമനപരമായ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞ ഒന്നാണ് ജീവിതത്തിൽ സ്ഥൂല യാഥാർത്ഥ്യങ്ങളും സൂക്ഷ്മ യാഥാർത്ഥ്യങ്ങളും എന്ന് പറഞ്ഞ് യാഥാർത്ഥ്യത്തിന് തന്നെ 2 പിരിവുകൾ. യഥാർത്ഥതയുടെ കാര്യം വിട്ടുകളയും. യാഥാർത്ഥ്യം തന്നെ സ്ഥൂലവും സൂക്ഷ്മവുമായി വഴിപിരിയും. ഇതിൽ സ്ഥൂലം സാഹിത്യത്തിൻ്റെയോ ജീവിതത്തിൻ്റെയോ വിഷയമല്ല, സൂക്ഷ്മമാണ് അതിൻ്റെ എല്ലാം വിഷയം. ഈ സൂക്ഷ്മ യാഥാർത്ഥ്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഏറ്റവും മൗലികമായ ഒരു ഘടകം രാഷ്ട്രീയമാണ്. കാരണം മറ്റേത് ഘടകത്തെക്കാളും കൂടുതൽ
മനുഷ്യ ജീവിതത്തിൻ്റെ അതാത് കാലഘട്ടത്തിലെ അതാത് ജീവിത അവസ്ഥകളിലെ സൂക്ഷ്മ ഭാവങ്ങളെ അതിൻ്റെ സമസ്ത തലങ്ങളെയും ബാധിക്കുന്നതായി രാഷ്ട്രീയം പോലെ മറ്റൊരു വിഷയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ ഉണ്ടാവും, ഭരണ സംവിധാനങ്ങൾ ഉണ്ടാവും, അത് മുന്നോട്ട് വയ്ക്കുന്ന ചരിത്രത്തെയും സംസ്കാരത്തെയും പറ്റിയുള്ള ചില ധാരണകൾ ഉണ്ടാവും. ഇതെല്ലാം കൂടിച്ചേർന്നതാണ് രാഷ്ട്രീയം. അല്ലാതെ ഇവിടെ പലരും തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ CPIM, CPI, കോൺഗ്രസ് ആയി ഭാരതീയ ജനതാ പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടിയല്ല രാഷ്ട്രീയം. അത് കക്ഷി രാഷ്ട്രീയമാണ്. ഈ കക്ഷി രാഷ്ട്രീയമല്ലാതെ അതിനപ്പുറത്തൊരു രാഷ്ട്രീയമുണ്ടെന്നും ആ രാഷ്ട്രീയമാണ് നമ്മുടെ ജീവിതത്തെ ഒരു നിശ്ചിത സന്ദർഭത്തിലെ, ഒരു നിശ്ചിത സാമൂഹിക അവസ്ഥയിലെ, ഒരു നിശ്ചിത ദേശത്തെ, അല്ലെങ്കിൽ ആ നിശ്ചിത സന്ദർഭത്തിൽ ലോകത്തിലെ ആകെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന സൂക്ഷ്മ യാഥാർത്ഥ്യത്തെ സാഹിത്യം മുറുകെ പിടിക്കണം. ആ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് MP ബാലറാമിൻ്റെ വിമർശനം എന്ന നിലയിലുള്ള സവിശേഷത. അതിൽ അദ്ദേഹം ഒട്ടും ലജ്ജിക്കുന്നില്ല. താനത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് അദ്ദേഹം എല്ലായ്പ്പോഴും നമ്മെ അറിയിച്ചുകൊണ്ട് ഇരിക്കും. അതുകൊണ്ടാണ് ഒരു പുസ്തകത്തിൻ്റെ ആദ്യ പതിപ്പ് പ്രകാശനം ചെയ്യുന്ന സന്ദർഭത്തിലല്ല, അതിൻ്റെ രണ്ടാം പതിപ്പ് പ്രസാദനം ചെയ്യുന്ന സന്ദർഭത്തിലും ആ പുസ്തകം, അതിലെ ആശയങ്ങൾ താല്പര്യപൂർവ്വം സ്വീകരിക്കുന്ന ആളുകൾ ഈ സത്യം അറിയണം എന്ന ശാഠ്യം കൊണ്ടാണ് അദ്ദേഹം നമ്മയെല്ലാം ഇപ്പോൾ വീണ്ടും ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. 2 മിനിറ്റ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അധ്യക്ഷത്തെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ പത്മനാഭ മാഷ അവതരിപ്പിച്ച അതുമായി ബന്ധപ്പെട്ട് വില്യം ലോഗന്റെ മലബാർ മാനുവൽ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ദുലേഖയും വായിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിലും അതിനെ വളരെ രാഷ്ട്രീയമായി, പ്രത്യയശാസ്ത്രപരമായി ഇത് ഏത് വർഗത്തിന്റെ താല്പര്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് മാഷ് വളരെ ആഴത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഒരു കൊളോണിയൽ അധികാരത്തിന് വേണ്ടി കലക്ടറായി വന്ന വില്യം ലോഗന്റെ പേരിലുള്ള റോഡ് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് തലശ്ശേരിയിൽ വെച്ച് ഈ കാര്യം എന്തുകൊണ്ടും പറയാൻ പറ്റുന്നതിൽ വലിയ ഇതുണ്ട്. അദ്ദേഹം മലബാർ മേഖലയിൽ പറയുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു സാധാരണക്കാരനായ നാട്ടുംപുറത്തുകാരനോട് എപ്പോഴാണ് ഇടവപ്പാതി തുടങ്ങുക എന്ന് ചോദിച്ചപ്പോൾ ഇടവം 15 കഴിഞ്ഞ് ഉച്ചക്ക് 2 മണി കഴിഞ്ഞ് 1 നിമിഷം കഴിഞ്ഞാൽ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്കിപ്പോ ഓർമ്മയിൽ വരുന്നുണ്ട് ഈ സമയം. അത് ആ നാട്ടുംപുറത്തുകാരന്റെ ആ കലണ്ടർ വളരെ കൃത്യമായിരുന്നു എന്ന് അതിശയത്തോടു കൂടി ലോകൻ കാണുന്നു. പക്ഷെ എങ്കിലും ലോകൻ വെള്ളക്കാരന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാഷിവിടെ പറഞ്ഞതുപോലെ തന്നെ സർവേയിങ് നടത്തിയ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ വന്ന ആളാണ് അദ്ദേഹം. വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മാപ്പിള കലാപം എന്ന് ബ്രിട്ടീഷുകാർ അതിന്റെ രാഷ്ട്രീയ അർത്ഥം പേറുന്ന ആളാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ആരും തന്നെ എൻ്റെ പ്രെഡിക്കമെന്റ് ഷെയർ ചെയ്യുന്നില്ല. ഒരു അസാധാരണമായിട്ടൊരു സർഗപ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെയുള്ള ചർച്ചയിലെ നായകന്മാരുടെ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞു. അപ്പം ഒരു ഡിസിൻറ്റഗ്രേഷൻ്റെ വക്കത്തെത്തിയ പോലുള്ളൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു വരുന്നത്. മൊത്തം ഇന്ന് ഇവിടെ സംസാരിച്ചവരുടെ വെർബൽ സെൽഫിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു സാംസ്കാരിക നിരക്ഷരത എന്ന് നമ്മുടെ സമൂഹത്തെ പിടികൂടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത്, ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം,
അവബോധത്തിൻ്റെ മരണം എന്ന ഒരു പ്രത്യേക അവസ്ഥയിലൂടെ ഇന്ന് മനുഷ്യരാശി കടന്നു പോകുന്നുണ്ട്. അതിന് മുതൽക്കൂട്ടാൻ നിൽക്കുകയാണ് ഭരണകർത്താക്കളും കോർപ്പറേറ്റ് ശക്തികളും. അതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് പ്രശ്നം. ഒരു പുതിയ ഭാഷ, ഒരു പുതിയ പദാവലി, ഒരു പുത്തൻ അവബോധം, ഒരു പുതിയ കൊല്ലം പിറക്കാൻ പോവാണ്. ആ കൊല്ലത്തിന് എത്രത്തോളം നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും we have to transform ourselves as well as the environment around us. പക്ഷെ ഇവിടെയും ഒറ്റക്കൊറ്റക്ക് ഞാൻ എൻ്റെ പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ സ്വകാര്യതയിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു പുതിയ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു കുഴപ്പം ഒരു തരത്തിലുള്ള സൈദ്ധാന്തിക വിഭ്രാന്തിയിലൂടെയാണ് ഇന്ന് എല്ലാവരും കടന്നു പോകുന്നത്. ഡൊഗ്മാറ്റിസ്റ്റുകളെ എന്ന് വിളിക്കുന്നവരെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്. ഒറ്റക്കൊറ്റ വ്യക്തികൾ തന്നെ അവരുടെ അനുഭവങ്ങളിലൂടെ വളർത്തിയെടുത്ത സൈദ്ധാന്തിക വിഭ്രാന്തികളുണ്ട്. ഈ വിഭ്രാന്തികളാണ് നല്ല ഒരു സർഗ ആശയവിനിമയത്തിനുള്ള നമ്മുടെ കഴിവിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ സി എ തോമസിൻ്റെ ഒക്കെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹി ലെറ്റ്സ് ഹിംസെൽഫ് ഗോ ഇൻ ദി ആക്ട് ഓഫ് ക്രിയേഷൻ. ഇന്നത്തെ ഒരു എഴുത്തുകാരന് അത് കഴിയുന്നില്ല. ഹി കനോട്ട് ലെറ്റ് ഹിംസെൽഫ് ഗോ. ഹി ഈസ് ബൗണ്ട് ബൈ ഹിംസെൽഫ്. ഹി ഈസ് ബൗണ്ട് ബൈ ദ വേൾഡ് അറൗണ്ട്. അപ്പം ഇന്നിപ്പം രതീഷ് സൂചിപ്പിച്ച അതിൻ്റെ ഒരു മോറൽ എന്നുള്ളത് ഈ ടെക്നോളജി, പുതിയ ടെക്നോളജി നമ്മളെ സത്യത്തിൽ ഒരു പ്രത്യേക രീതിയിൽ, ഇപ്പം നേരത്തെ സോഷ്യൽ മീഡിയനെ കുറിച്ച് പറഞ്ഞു, നമ്മളെ കാസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ തന്നെ സർഗതലത്തിൽ കാസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാസ്ട്രേഷനെ എങ്ങനെ കോമ്പാക്ട് ചെയ്യാം, നേരിടാം എന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായും ബാലറാം ഇന്നത്തെ ഈ വ്യവഹാരത്തിലൂടെ ഇതിലൂടെ ഒരു പുതിയൊരു വെളിച്ചം ശ്രോതാക്കൾക്ക് നൽകുന്നുണ്ട്. അതുമായിട്ട് വി മസ്റ്റ് ഗോ അഹെഡ് വിത്ത് ദറ്റ് ലൈറ്റ്. അതിലൂടെ നമുക്ക് പുതിയ രൂപങ്ങൾ, പുതിയ ഭാവങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അങ്ങനെ ഒരു സാഹിത്യ നിരൂപണവുമായി ബന്ധപ്പെട്ട ഒരു വേദിയിൽ വന്ന് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. വളരെ കുറച്ച് മാത്രം വായിക്കുകയും പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞ സോഷ്യൽ മീഡിയ പോലുള്ള മേഖലകൾ വളരെ വളരെ പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതിലൊന്ന് ഇപ്പോൾ ഈ വർഷം അവസാനിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ പുതിയ വർഷം പിറക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വർഷം വായിച്ച പുസ്തകങ്ങളുടെ വലിയ കണക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ സ്വാഭാവികമായ ഒരു വർഷം മാറി മറ്റൊരു വർഷം വരുന്നതുകൊണ്ട് ഡിസംബർ 31-നും ജനുവരി 1-നും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നറിയും. നമ്മുടെ സമൂഹത്തിൽ കച്ചവട താല്പര്യാർത്ഥം കച്ചവടത്തിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ആഘോഷങ്ങളുടെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ പുതുവത്സര ആഘോഷങ്ങളെല്ലാം തന്നെ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നമ്മളെല്ലാം തന്നെ അങ്ങ് ഭാഗവാക്കായി പോവുക. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു എന്നുള്ളത് വലിയ മേന്മയാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ ഇവിടെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. വായിക്കുന്നത് എത്രത്തോളം ഉൾക്കൊള്ളുന്നു, അവ എത്രത്തോളം നാം മനനം ചെയ്യുന്നു, നമ്മുടെ ചിന്തയെ നമ്മുടെ എത്രത്തോളം പരിവർത്തനം ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാമുഖ്യം എന്ന് നമുക്കറിയാം. തീർച്ചയായും ഇവിടെ നമ്മുടെ നിരൂപണ മേഖലയെക്കുറിച്ചും അതുപോലെ നമ്മുടെ ഞാനൊരു പ്രസാദന സ്ഥാപനത്തിൻ്റെ അരികിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. നേരത്തെ ഇവിടെ ഒക്കെ സൂചിപ്പിച്ച പ്രസാദനത്തിലെ വലിയ വലിയ കാര്യങ്ങൾ പൈസ കൊടുത്ത് അച്ചടിപ്പിക്കുന്നത്, വളരെ കുറഞ്ഞ അളവിൽ പുസ്തകങ്ങൾ ഇറക്കി പതിപ്പുകൾ ഉണ്ടാക്കുന്നത്, യാതൊരുവിധ നിലവാരമില്ലാത്ത പുസ്തകങ്ങൾ വലിയ വലിയ രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് പ്രകാശിപ്പിച്ച് വലിയ പ്രചാരണം നടത്തുന്നത്, അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ
ഇതൊക്കെയാണ് വലിയ പുസ്തകങ്ങൾ, വലിയ വായനക്കാരെ ആകർഷിക്കുന്ന വലിയ പുസ്തകങ്ങൾ, വലിയ നോവലുകൾ എന്ന രീതിയിലുള്ള ഒക്കെ പ്രചാരങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ തിരിച്ചറിവാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് നമുക്കറിയാം. ഇതുപോലുള്ള വേദികളിൽ നമുക്കത് ഉൾക്കൊള്ളാനും മറ്റു സാധിക്കും. വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനുള്ള ഒരു ശേഷിയും ഇല്ല. ഇതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. സാധാരണ ഒരു സെമിനാറിൽ കാണാത്ത രീതിയിൽ വളരെ വൈവിധ്യമുള്ള വിഷയങ്ങളാണ് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ടത്. വ്യത്യസ്തങ്ങളായ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്ന സാഹിത്യം മുതൽ ഇന്നത്തെ മനുഷ്യനെ ഏറ്റവും സ്വാധീനിക്കുന്ന സൈബർ ഇടങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ ചെറിയ സമയത്തിനുള്ളിൽ വളരെ സൂക്ഷ്മമായ ആലോചനകൾ ഇവിടെ നടക്കുകയുണ്ട്. ഇപ്പോൾ അവസാനം സംസാരിച്ച സൈബറിനെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ചൊരു കാര്യം മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക. കഴിഞ്ഞ ദിവസം പ്രൊഫഷണൽ കോളേജിൽ ഹിസ്റ്ററി കോൺഗ്രസ് നടക്കുന്നുണ്ട്. ഇവിടെ പോയപ്പോൾ പുതിയ ടീച്ചേഴ്സുമായിട്ട് കുട്ടികളുടെ അവർക്കറിയുന്ന കാര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവിനെ കുറിച്ച് എങ്ങനെയോ സംസാരിച്ചെന്ന് കിട്ടും. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യം, കുട്ടികൾക്ക് ഇപ്പോൾ പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ല എന്ന്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് 3 മണിക്കൂർ പരീക്ഷ എഴുതിയിട്ട് തീരാതെ പേപ്പർ കൊടുക്കാതെ മാഷ് പേപ്പർ അങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് വലിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അരമണിക്കൂർ എഴുതിയിട്ട് കുട്ടി കുറച്ചു നേരം വിശ്രമിക്കും, കുറച്ച് കിടന്ന് ഉറങ്ങുന്നു എന്നാണ് പറയുന്നത്. കുറച്ചു നേരം ഡെസ്കുമ്പോൾ തലയാഴ്ച കിടക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും എഴുന്നേൽക്കുന്നു, കുറച്ച് എഴുതുന്നു. അപ്പോൾ ദീർഘമായി ഒരു ഭാഷയിലേക്ക് വിവരിക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കഴിവ്, ഒരുപക്ഷെ ഭാഷ അർപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനോ ഉള്ള പഴയ തലമുറയിൽപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു ശേഷി പുതിയ തലമുറയ്ക്ക് ഇല്ലാതായിത്തീരുന്നുണ്ട് എന്നും അതിന് ഒരു പരിധി വരെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഭാഷ കാരണമായി തീരുന്നുണ്ട് എന്നും ഉള്ളൊരു ചർച്ച അവിടെ വരികയുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ ഞാൻ ആളില്ല. അപ്പോൾ ഇവിടെ അതുകൂടി രതീഷിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുക. ഒട്ടും പ്രതീക്ഷിക്കാതെ രാജിവെച്ചപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു വന്നു. അതുകൊണ്ട് പറയാനധികം അറിയില്ല, എങ്കിലും പ്രസംഗങ്ങളെല്ലാം കേട്ട് വളരെ എല്ലാം നമ്മളെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നതായിരുന്നു. വളരെ സന്തോഷം. ബാലരാമൻ്റെ പരിപാടി ആയതുകൊണ്ട്, പിന്നെ അച്ഛൻ്റെ നേരിട്ടുള്ള പരിപാടി ആയതുകൊണ്ടും തീർച്ചയായും വരണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടും വന്നതാണ്. പിന്നെ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മകനാണ് രതീഷ്. അതിലും വലിയൊരു സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവർക്കും നന്ദി. സമയം വൈകി ഇന്നത്തെ ഈ ബാലരാമ എൻ്റെ കൃതിയെപ്പറ്റിയും ചർച്ചയെപ്പറ്റിയും സമാധാനിച്ച് പറയുന്നു. അതുകൊണ്ട് എൻ്റെ ഈ സമയം ബാലരാമന് വിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, ഇതിൽ ഇങ്ങനെയൊരു സദസ്സ് ബോധപൂർവമായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തതാണ്. UK പഠന സമിതി എന്ന ഈ സാംസ്കാരിക സമിതി കഴിഞ്ഞ 4-5 വർഷങ്ങളായി ഈ തലശ്ശേരിയുടെ മണ്ണിൽ നിരവധി കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു. എൻ്റെ 2 പുസ്തകങ്ങളെ അതിൻ്റെ പ്രകാശനത്തിനായി ആദ്യമായി സംഘടിപ്പിക്കുന്ന വേദിയാണ്. ഇതിൽ വായനക്കാരെ
മറ്റൊരു വിധത്തിലും ആകർഷിക്കുവാൻ അല്ലെങ്കിൽ അതിന് ചർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കാത്ത 10 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച എൻ്റെ സ്വത്വം സംസ്കാരം സങ്കല്പനം എന്ന പുസ്തകം 2021 കോവിഡ് കാലത്ത് പ്രസിദ്ധീകരിച്ച നിശബ്ദ നിലവിളികൾ വൈറസ് കാല വികാരങ്ങൾ എന്ന പുസ്തകം. ഈ 2 പുസ്തകങ്ങൾ മുന്നോട്ട് വെച്ച പല ആശയങ്ങളും പല കാഴ്ചപ്പാടുകളും ഇപ്പോഴും വളരെ പ്രസക്തമാണെന്നും അത് വായനക്കാരുടെ ശ്രദ്ധയിൽ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും അവരെ ഒരു തരത്തിൽ ബലം പ്രയോഗിച്ച് ഈ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ അവരുടെ വായനയിലേക്ക് വീണ്ടും കൊണ്ടുവരുവാൻ ബോധപൂർവമായിട്ട് ശ്രമിക്കണമെന്നും ഉള്ള ഒരു ചേതോവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു സെമിനാർ സംഘടിപ്പിച്ചത്. അതിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് പ്രസക്തമാണോ അപ്രസക്തമാണോ എന്ന് തിരിച്ചറിയേണ്ടത്, അത് കാണേണ്ടത് അത് ഇന്നത്തെ വായനക്കാരൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വായനാ രീതികളാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഡോക്ടർ ഇ വി രാമകൃഷ്ണനും അതുപോലെ പി കെ രാജശേഖരൻ, സി പത്മനാഭൻ, രതീഷ് കുമാർ ഇവരൊക്കെ നേരത്തെ നരേന്ദ്രമാഷ് പറഞ്ഞ പോലെ വ്യത്യസ്ത വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്, വ്യത്യസ്ത സമീപനങ്ങളുള്ളവരാണ്. അതിൽ അവരുടെ തന്നെ പല അഭിപ്രായങ്ങളെയും അതിശക്തമായിട്ട് അവരുടെ സമീപനങ്ങളെ അതിശക്തമായി ഞാൻ ഈ സ്വത്വം സംസ്കാരം സങ്കല്പനം എന്ന പുസ്തകത്തിൽ തന്നെ അവരെ വിശദമായി വിമർശിക്കുന്നു. അതവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാവണമെന്നില്ല, തീർച്ചയായിട്ടും. എങ്കിലും ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന വളരെ അതിവിശാലമായിട്ടുള്ള ഒരു ബൗദ്ധിക സമീപനം അല്ലെങ്കിൽ ഒരു സർഗാത്മക സമീപനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ബോധത്തോടുള്ള ഉത്കടമായ അഭിവാഞ്ച, അവര് മാനുഷികതയോട് കാണിക്കേണ്ട ഉദാരത, ഇത് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമാണ് എന്ന് ഊന്നിപ്പറയാൻ കൂടിയാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള നിരൂപകർ മാത്രമല്ല, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള വായനക്കാരും സദസ്യരും ഇവിടെ ഒന്നിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇവിടെ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ വിജയകരമായിട്ട് അങ്ങനെ ഒരു സദസ്സ് ഇവിടെ തലശ്ശേരിയുടെ മണ്ണിൽ, ഈ മണ്ണിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജനിച്ചു വളർന്ന ദേശമാണിത്, ഞാൻ വളർന്ന ദേശമാണിത്. നേരത്തെ ഇ വി രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ നാം പഠിച്ച നാട് കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ മണ്ണ് അർഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉള്ള വാക്കുകൾ വിരിയാടാനും എഴുതാനും ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ രൂപം കൊള്ളാനുള്ള അവസരം ഉണ്ടാക്കിത്തീർത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടും സൂര്യമാഷ പോലുള്ള ഗുരുവര്യരോടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഇവിടെ എത്തിച്ചേരാൻ കാണിച്ച പ്രത്യേക താല്പര്യത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.